അയ്യോ ഇതിലാരാ വേണു? വേണു ഞാൻ. ഞാനും വേണുവാ. ഞാനും വേണുവാണ്. ഞാനും ഒരു വേണുവാ. ഓ, മനുഷ്യൻ ഇവിടെ ആസനത്തിൽ തീ പിടിച്ച് നിൽക്കുക. എന്റെ കൺട്രോൾ കളയരുത്. ആരാടാ ശരിക്കും വേണു? ഇതാണ് നേതാവ് വേണു. അപ്പൊ നീയോ? വെറും വേണു. നീയൊക്കെ എന്നെ ഊതുക അല്ലേ? ആ ഞാനെന്റെ പാട്ടിന് പോവും. നീയൊക്കെ ഇവിടുന്ന് രക്ഷപ്പെടുന്നത് എനിക്കൊന്ന് കാണണം. ഐക്കടിയേ ഒന്ന് തണുക്ക. എന്നിട്ട് ഞാൻ പറയണ അങ്ങോട്ട് കാര്യമായിട്ട് കേക്ക. സത്യത്തില് സാറ് ഉദ്ദേശിക്കണ വേണു ഞാൻ. അപ്പൊ സാറ് ചോദിച്ചു ഇവരാരാന്ന്. ഇവരും വേണുന്ന്. അപ്പൊ പിന്നെ ഇവര് വേണുന്നല്ലാണ്ട് പിന്നെ എന്തുട്ടാ പറയാ? നിന്നെയൊക്കെ ഈ പണിയേൽപ്പിച്ച മുതലാളിയെ തല്ലണം. അതെന്തൊരു വർത്താനോ സാറേ? നിങ്ങള് പറഞ്ഞേൽപ്പിച്ചതെല്ലാം ഞങ്ങൾ പൊളപ്പനായിട്ട് ചെയ്തില്ലേ? പിന്നെ എന്തൊരു കുഴപ്പവും? ഇനിയാ കൂടുതൽ സൂക്ഷിക്കേണ്ടത്. നിന്നെയൊക്കെ ഈ രാജ്യം കടത്തിവിടുന്നവരെ ഈ നെഞ്ചിൽ തീയാ. പ്ലാൻ എന്താന്ന് പറയുകടിയേ, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യില്ലേ? ദേ, ഈ കവറില് ബാക്കി കാശിന്റെ ചെക്കുണ്ട്. ഇതെങ്ങാനും പൊട്ടിയ വേണു വേറൊരു ബോംബ് കൂടെ പൊട്ടിക്കോട്ടാ. ഒരു ബെൽറ്റ് ബോംബ് നിങ്ങളുടെ ആപ്പീസിൽ വന്നിട്ട് ഒരു കാച്ചാ കാച്ചും. അങ്ങനെ പൊട്ടുന്നൊന്നുമല്ല. ഇത് ഫിലിപ്പോസ് മുതലാളിയുടെ ചെക്കാ. ദാ, ഇത് 4 പേരുടെയും റിട്ടേൺ ടിക്കറ്റാ. കൃത്യം 12 മണി കഴിയുമ്പോൾ ആ ബാൽക്കണിയുടെ താഴത്ത് ഒരു വണ്ടി വരും. ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യില്ല. അത് നോക്കിക്കോണം. നോക്കിയിട്ടത് ഓഫ് ചെയ്യാൻ പറയണോ? ഡാവിയേ, അത് സിഗ്നൽ ആണ്ടാ, സിഗ്നല് അല്ലേ മാഷേ? അതെ, എന്താ എടുക്കേണ്ടതെന്ന് വെച്ചാൽ എടുത്തോണ്ട് പോയി ആ വണ്ടിയിൽ കയറിക്കോണം. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും സിം ഊരി ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്യണം. ഒരു തെളിവും ബാക്കി വെക്കരുത്. അത് കഴിഞ്ഞാൽ പിന്നെ നോ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഏതെങ്കിലും പ്രശ്നം ഉണ്ടായാല് എന്തുട്ടാ ചെയ്യാ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ മെയിൻ ഡോറിന്റെ കാർഡ് എന്റെ പക്കലാ. പുറത്തിറങ്ങി കഥ കടച്ചാൽ പിന്നെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഓർമ്മ വേണം. മനസ്സിലായോ? ഇവിടെ പൊട്ടന്മാരെ മനസ്സിലായോന്ന്? എന്ത്? ഇറങ്ങിയാ പിന്നെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അത് തന്നെ. ഇതിന്റെ പേരിൽ ഉള്ളിലായാല് പിന്നെ ഇറങ്ങാനും പറ്റില്ല. കറക്റ്റ്. ഇനി ഒരു പ്രധാന കാര്യമുണ്ട്. ദാ, ഇത് ഫിലിപ്പോസ് മുതലാളി തന്നു വിട്ടതാ. കുടിച്ചുമെടുത്ത് ഇവിടെ കിടക്കരുത്.